ഇവിടെയൊക്കെ വേറെ ആളുകൾ കുറേ പിടിക്കുന്നു. ആവറേജ് ഇത് പറ 8ന്റെ ചോട 6-7 8 ഉണ്ടാവും. 8 9 കൂട്ടിക്കും. 9 കൂട്ടിയായി. ഓക്കെ. ഇതൊന്നും വീശുവല കിട്ടുന്നതല്ല, തെണ്ടാടി കിട്ടുന്നതാണ്. ആ കൊട്ടയിൽ മുഴുവൻ മീൻ പോകുന്നത്. അടുത്ത കൊട്ട. അപ്പൊ നമ്മള് കൊളവള്ളി മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. മീൻ പിടിക്കാനല്ല, മീൻ വാങ്ങാൻ. അവിടെയൊക്കെ ഒരുപാട് വണ്ടികൾ എത്തിയുണ്ട്. മീൻ പിടിക്കാനും വാങ്ങാനൊക്കെ ആയിട്ട് ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോട്ടൊക്കെ മീൻ പിടിക്കാനായിട്ട് പോകുന്നുണ്ട്. ആ ഒരു സ്ഥലത്താണ് മീൻ പിടുത്തം നടക്കുന്നത്. പേടായി ഈ ഒരു വയൽ കടന്നിട്ട് പോകണം. അവിടെ നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. ലൊക്കേഷൻ കറക്റ്റ് നിങ്ങൾ കൊളവള്ളി എന്ന് പറഞ്ഞ സ്ഥലം ഗൂഗിളിലിട്ട് വന്നാൽ മതി. എൻഡിലെത്തിയാൽ റൈറ്റിലേക്ക് തിരിയുക. അവിടെയാണ് ഈ ഒരു സ്പോട്ട് മീൻപിടുത്തം നടക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് ആളുകൾ റെയിൻ കോട്ട് ഇട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് മീൻപിടുത്തത്തിന്. നമ്മൾ ഇതുവഴി ഇറങ്ങാം. അവിടെയാണ് മെയിൻ മീൻപിടുത്തം നടക്കുന്നത്. അവിടെയാണ് പോയി നോക്കാം. കുറച്ച് റിസ്ക് എടുക്കണം. കൊട അല്ലെങ്കിൽ റെയിൻ കോട്ട് ഇതൊക്കെ ഇട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാൻ. കയ്യിൽ ഗംബൂട്ട് ഉണ്ടെങ്കിൽ ഗംബൂട്ട് ഇട്ട് പോരി. അത്യാവശ്യം ചളി കൂടെ നടക്കാനുള്ളതാണ്. ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് ചളിയിലുള്ള ഏരിയ കൂടെയാണ് വന്നത്. ആളുകൾ 6 മണിക്ക് വരുത്തി തുടങ്ങിയതാ. രാവിലെ എത്തുന്ന ഏറ്റവും നല്ലല്ലേ. രാത്രി കിട്ടുന്ന മീന് വാങ്ങിച്ചിട്ട് പോവാ. രാവിലെ വരികയാണെങ്കിൽ കുറച്ച് റേറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുമായിരിക്കും. ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. മഴക്കാലത്തുള്ള ഒരു എൻജോയ്മെന്റ് ഇതൊക്കെ തന്നെയാണ്. ഒരാഴ്ച വെയിലിനി. ഒരാഴ്ച വെയിൽ. മഴ പോയി തെളിഞ്ഞ ആകാശല്ലോ. ഇലക്ട്രിക് ലൈൻ കുടുങ്ങാണ്ടോ നോക്കിയോ. മണ്ണും ഒക്കെ ഇങ്ങനെയല്ലേ, വളമ്പത്തിനില്ലേ. വളന്റെ ആവശ്യമില്ലല്ലോ. കർണാടക കർണാടകയായിട്ട് ടച്ചുള്ളതല്ല. നല്ല ബ്ലാക്ക് സോയിലാണ് കേട്ടോ അവിടുത്തെ. വയനാട്ടിലെ മറ്റു ഭാഗങ്ങളിലുള്ള മണ്ണും ഈ പുൽപ്പള്ളി ഈ ഭാഗത്തുള്ള മണ്ണും ഡിഫറെൻ്റ് ആണ്. കർണാടക മണ്ണല്ല, ബ്ലാക്ക് സോയിലാണ്. ഇത് നനവ് വേണ്ടവരല്ലേ. അത് വയലിലാണല്ലേ ഇങ്ങനത്തെ മണ്ണ്. വയലിലൊക്കെ മണ്ണ് പ്രത്യേകത ഉണ്ടെങ്കിൽ ഇങ്ങനെ മഴ പെയ്യിട്ട് കണ്ടത്തിൽ വെള്ളം കെട്ടിക്കുന്നില്ല. വെലിഞ്ഞു നമ്മളവിടെ ഇപ്പൊ ഫുൾ വെള്ളരിക്കും കുണ്ട് കണ്ടല്ലേ. മുട്ടോളം താഴ്ന്നു പോകും. വെള്ളം പിടിച്ചു നിർത്താനുള്ള കഴിവില്ല ഈ ഒരു സോയിലിന്. എപ്പം വെള്ളമാണ്. ഇനി ഡ്രൈ ആയിപ്പോയി വേഗം. നോക്ക് ഇവിടെ കുണ്ട് കണ്ട വെള്ളം നോക്ക്. വരമ്പത്തൊന്നും ചളിയില്ലല്ലേ. ചളിയുമില്ല. നമ്മുടെ നടക്കാനാകുമോ? മീൻ കൊണ്ടുവരുന്ന ഏറ്റവും പണി കേട്ടോ. ഒരാളത് കയ്യിൽ പിടിച്ചു കൊണ്ടുവന്ന്, ഒരാളത് ചാക്കിൽ കൊണ്ടുവരുന്നു. ഇതൊരു ചേട്ടൻ ചാക്കിൽ കൊണ്ടുവരുന്നുണ്ട്. ചേട്ടാ എന്താ വില? കൊടുക്കാനില്ല. അവിടെ ഒരു ചേട്ടാ കയ്യിൽ തൂക്കി വരുന്നുണ്ട്. ചേട്ടാ എന്ത് വിലക്ക് വാങ്ങിച്ചാ? 150 കിലോ. 150 അത് 10 കിലുണ്ട്. 10 കിലുണ്ടാ? 8 കിലോ. കട്ടില്ല അല്ലേ? കളിക്കാൻ പോയില്ല ഗ്രൗണ്ട് ഉണ്ടാക്കുമ്പോ. ഇതാണ് ഡാൻസ് ടീം. വീട് എവിടെയാ? വണ്ടിക്കടവ്. ഓക്കെ, അടിപൊളി. ചെറിയ മീനാ? ചെറുതാ? നിങ്ങൾ പിടിച്ചല്ലെങ്കിൽ വല എറിഞ്ഞ് പിടിച്ച. നിങ്ങൾ എവിടുന്ന് വരുന്നേ? മീനാ? നോക്കട്ടെ. ഇത് നിങ്ങള് വല പിടിച്ചാ? നിങ്ങളിപ്പോ വന്നയാ? രാവിലെ. ഞാൻ പറല് മാത്രം ചെറുതുകൾ. ശരി. വലിയ മറ്റേ കൊട്ടത്തോണിക്കരൊക്കെ നല്ല
ഉണ്ടല്ലേ? ചെണ്ടാടിയിൽ തെണ്ടാടിയില്ലല്ലേ? ഒരു ധൈര്യമാണല്ലോ തെണ്ടാടി കൊട്ടത്തോണി പോവാൻ. നിങ്ങള് മുട്ടില്ല? നിങ്ങളെവിടെയാ? ഞാൻ കമ്പളക്കാട് ഇത് കൊടുക്കാനില്ല? കൊടുക്കാനില്ല? അല്ലല്ല ഒരു 2 കിലോ കൊടുക്ക്. നിർത്തിയിട്ടില്ല. അതുകൊണ്ട് വരും. എവിടുന്നല്ലേ നിങ്ങള്? ഏത് കർണാടക ഫോറസ്റ്റ് കേരള? ഇത് ഇതൊക്കെ കർണാടക അല്ല, ഫോറസ്റ്റുകാർ വന്ന എവിടെ? കർണാടക ഫോറസ്റ്റുകാർ. ഇത് ചേട്ടാ കൊട്ടത്തോണി പോയിട്ട് വീശിയതാ? നിങ്ങൾ ഇവിടെ ബീച്ച് കൊടുക്കുന്നു. നീ കൂടെ കൊണ്ടുവന്നല്ലേ? കേരള കർണാടക ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന കബനി റിസർവോയറിൽ കർണാടക ഡിപ്പാർട്ട്മെന്റ് കൃഷി ചെയ്യുന്ന മത്സ്യമാണിത്. എല്ലാ വർഷവും മഴക്കാലത്തിന്റെ ആരംഭത്തോടുകൂടി കർണാടകയിലെ കബനി റിസർവോയറിൽ നിന്നും മുട്ടയിടാൻ സുരക്ഷിതമായ താവളം തേടി മീൻ പുഴയുടെ തീരം ചേർന്ന് കുണ്ടറ, കൊളവള്ളി, ബൈരക്കുപ്പ തുടങ്ങിയ സ്ഥലങ്ങളിലെ നദിക്കരയിലൂടെ മുകളിലേക്ക് കയറി വരും. ഈ സമയങ്ങളിലാണ് ആളുകൾ വീശുവല, തെണ്ടാടി തുടങ്ങിയവ ഉപയോഗിച്ച് മീനുകളെ വളരെ എളുപ്പത്തിൽ പിടിക്കുന്നത്. കബനി നദിക്ക് ഇരുവശത്തും താമസിക്കുന്ന കേരളത്തിലെയും കർണാടകയിലെയും ആളുകളും അതുപോലെ വയനാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന ചെറുതും വലുതുമായ സംഘങ്ങളാണ് പ്രധാനമായും ഇവിടെ മീൻപിടുത്തം നടത്തുന്നത്. അവിടെയൊക്കെ ആളുകൾ കുറെ പിടിക്കുന്നു. കട്ടിലാണല്ലോ അവിടെ. അവിടെ ഉണ്ട് വലുതില്ലേ? വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട്. ചെറുത് സൈസില്ലല്ലേ? 2 സൈഡിൽ നിന്ന് ഒരേ പിടുത്താണ് കേട്ടോ. ഓലെന്ത് വലിയ അവർക്ക് അറിയില്ല. അവിടെ ഉണ്ട്, അവരെ വെക്കുന്നുണ്ട്. കൊടിയൊന്നും ഊരി കിട്ടില്ല, കൊടുക്കില്ല, തീരുമാനിക്കില്ല. ടൈറ്റാ ഇവിടെ തന്നെ. നമുക്ക് എത്ര വേണ്ടിയാ? വേണ്ട, അതിൽ കുറച്ച് ചെറുതല്ലേ കുറഞ്ഞ തൂക്കതാ. നമുക്കെത്ര വേണ്ട? ഇത് വലുപ്പം കുറേ എടുക്ക്. ഒരു 5 കിലോ എടുക്കുന്നില്ല. പോരാ, അല്ലതാ ചോര വലിക്കുന്നില്ല. 5 ഇത് വേണ്ട, വലുത് വേണ്ട. എന്താ ചോര വേണ്ട? എടുക്കാം 5-ന്റെ. അതെ മീന് ചേട്ടാ. നീളല്ല റോഗല്ലല്ലോ. റോഗല്ലേ? മുള്ളു കൂടുതൽ ചിലപ്പോ നീണ്ടിട്ടുള്ള ടൈപ്പ്. ഇതെന്താ വില? 150. വില റേറ്റ് എത്ര? ഇതല്ലോ
150 നടപ്പറമ്പ് 200 പറഞ്ഞങ്ങൾ ആ 150 ഇപ്പം ഒറ്റ വാങ്ങിപ്പോയി 150 10 കിലോ നമുക്ക് ചെറുത് പോയാ 3 കിലോ പോയിന്നല്ലേ അത് വാങ്ങിയായി നമുക്കൊരു 5 കിലോ വാങ്ങിയായി 750 മഴയാണ് കേട്ടോ മിക്സിങ് വാങ്ങിയാടല്ലേ പൊള്ളിക്കാൻ പറ്റിയ നല്ല ഫിലോപ്പിയാണ്. ഇതാണ് നമ്മൾ വാങ്ങുന്നത്. കവറില്ലല്ലോ, അതെന്തായാലും കയറിലോ എന്തെങ്കിലും അതിലിട്ടായി 4 അതിലിട്ടായി അതെന്താ സ്ഥിതി? അത് കൊടുക്കണില്ല. ചെമ്പിന്റെ ചെമ്പല്ലി ഇവിടുന്ന് കിട്ടുന്ന പണിയാണ്. പുറത്തുനിന്ന് ആളുകളൊക്കെ വന്ന് ചാടും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. ഇവിടുത്തെ ആളുകൾ കളിക്കുന്ന കണ്ടിട്ട് നമ്മൾ കളിക്കരുത്. ഇതൊക്കെ ഇവിടെയുള്ള ട്രൈബൽസും അവരൊക്കെയാണ്, പ്രദേശവാസികളാണ് ഇവിടെ പ്രധാനമായിട്ടും മീൻ പിടിക്കുന്നത്. ഇത് കൊടുത്തേക്കുന്നത് പെർമിഷൻ ആയിരിക്കില്ല ട്രൈബൽസ്. അല്ലാണ്ട് ബാക്കിയുള്ളവർ വന്നു കഴിഞ്ഞിട്ട് ഇത് ഇവരുടെ ഒരു ഏരിയ ഇവരുടെ ഏരിയ കയ്യിൽ പോയി. കാരണം ഇവർ ഇതും കൊണ്ടാണ് ഉപജീവന മാർഗ്ഗമാണ് ഇവരുടെ മീൻ വരുമാനവും മാർഗ്ഗവും ഒക്കെ ഇത് തന്നെയാണ്. ഇവർക്ക് ആകപ്പാടെ വല്ലപ്പോഴും വർഷത്തിലൊരു വരുമാനം കിട്ടുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും വരുമാനമാണ്. ഇതുപോലൊരു റെയിൻ കോട്ട് വായിട്ട് പോരി ആവശ്യത്തിലധികം മീനുമായിട്ട് പോവാം. അവിടെ ഫുഡൊക്കെ വെച്ചുകൊണ്ടിട്ടുണ്ട് കേട്ടോ. ഇതാണ് കബനി നദിയിലെ മീൻപിടുത്തം. ഇതൊക്കെ ഇവര് ടെൻ്റടിച്ച് സ്റ്റേ ചെയ്ത് മീൻപിടുത്താണ്. അവലയിൽ നിറച്ച് മീനാണ് കേട്ടോ. പുഴയുടെ സൈഡിൽ കൂടെ നിരന്ന് മീൻപിടുത്താണ്. നിങ്ങളെവിടുന്നാ? വെള്ളമുണ്ടോ? മൊത്തം വയനാട് മൊത്തം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? നിങ്ങളിപ്പോ വന്നെയാ? ചേട്ടാ ചെമ്പല്ലി കൊടുക്കണ്ട? ആരെടുത്താലും ചെമ്പല്ലി കൊടുക്കണ്ട? ഇല്ല, ചെമ്പല്ലി ഇല്ല, ഫുള്ള് കട്ടിലയാ. ഒന്ന് വലിക്കുവോ ചേട്ടാ? മജിക്ക് വാ, ഏതാ വേണ്ട നോക്ക്. ചെറുതിരുത്തേ മഴയൊക്കെ നിന്ന് അടിപൊളിയായുണ്ട്. ചേട്ടനിതാ വിഷം പോകുന്നു. ഇതിൽ കാണുന്നത് മുഴുവൻ മീനാണ് കേട്ടോ. ഇതൊക്കെ തെണ്ടാടിയിൽ പിടിക്കുന്നതാണ്, ജീവനുണ്ട്. ഇതൊന്നും വീശുവല കിട്ടുന്നതല്ല, തെണ്ടാടി കിട്ടുന്നതാണ്. ആ കൊട്ടയിൽ മുഴുവൻ മീൻ പോകുന്നത്. അടുത്ത കൊട്ട. ഇവിടെ ഏറ്റവും ഡിമാൻഡ് ചെമ്പല്ലിക്കാണ്. പക്ഷേ ചെമ്പല്ലി ഇവിടെ ഇല്ല, ഇതൊക്കെ റോഹുവാണ്. ആ പോകുന്ന 3 കൊട്ടയിൽ ഫുള്ള് മീനാണ്. എല്ലാം 10 കിലോ 8 കിലോ 6 കിലോ ഒക്കെ ഉള്ള കട്ടിലയാണ്. ഒരു 5 കിലോ പോരടാ? 5 കിലോ ഒരു 5 കിലോ എത്ര? 5 6 അവരുടെ തൂക്കം പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. 5 6. അപ്പം
ജീവനുള്ള ഒരെണ്ണം എത്ര കിലോ ആണെങ്കിലും അത് നമുക്ക് എടുക്കാം. ഇത് വീണ എല്ലാവരും പോവും. എന്നെയും കൊണ്ട് പോവാനും ഇപ്പൊ. ഓ അതാ കുതിച്ച് ചാടുകയാണ്. ആ ജീവനുള്ള ഒന്നിനെങ്കിൽ പിടിച്ചേടാ. ഏതാ ഏതെ നിങ്ങൾ? ആ ആ പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. അത്ര ഉണ്ടാവും. 6 കിലോ. അത് 6ന്റെ മുകളിൽ ഉണ്ടാവുമല്ലോ. 7-8 കിലോ ഉണ്ടാവും അത്. ആ ഓ എല്ലാം ജീവനല്ലേ കേട്ടോ. ആ ആ ആ ഇത് എന്തായാലും 8 കിലോ ഉണ്ടാവില്ലേ? 8 കിലോയ്ക്ക് മേലെ ഉണ്ടാവും. ഒരു അതിൽ ഇണറും ഉണ്ടെന്ന് തോന്നുന്നു. അത് വേണ്ട, ഇണറില്ലാത്തതിനെ പിടിക്കും. തൂക്കിത്താ തൂക്കി. ആവറേജ് ഇത് പറ. 6 6 7 8ന്റെ ചോട 6 7. കൂടെ മീൻ ഒന്ന് രണ്ട് മീനല്ല വ്ളോഗോ ഉണ്ട്. വ്ളോഗുണ്ട്. സ്പൈസ് റൂട്ട്. നിങ്ങളെവിടെ സ്ഥലം ചേട്ടാ? ലോക്കൽ. അവനെ പിടിച്ചിട്ടോ നമ്മള്. ഏഴ് കിലോ തൂക്കി നോക്കാം. അത്ര ഉണ്ട്. 8 ഉണ്ടാവും അത്. 8 കേട്ടോ. 9 കിലോ. 9 കിലോ. ആ അതെടുത്തോ. 9 കിലോ. 9.5 9 10 ഉണ്ട്. ഉണ്ടോ? തൂങ്ങിക്കോ. 9 കൂട്ടിക്കും. 9 കൂട്ടിയായി. ഒന്ന് പിടിക്കട്ടെ. ത്രാസ് പോയിരിക്കും. ആ പോയ പിന്നെ പൈസ കൂട്ടോ. ഓക്കെ. ഈ കാണുന്നത് നേരത്തെ കൊട്ടവഞ്ചിയിൽ കൊണ്ടുവന്ന മീനുകളാണ്. ഇതെല്ലാം കേരളത്തിലേക്ക് സെയിൽ ചെയ്തതാണ്. ഇനിയിപ്പോൾ ഇത് ഇവിടുന്ന് ട്രാക്ടറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വണ്ടിയിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകും. ಏನು ಮಗ ಅಜ್ಜಿ ಬೇಡಿ ಹಿಡಿದ ನೀ ಕೊಟ್ಟಿರ್ಗಡ